ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് എന്ന യൂട്യൂബ് ചാനലിന്റെയും ലവ് ഈച്ച് അതർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സഹോദരിമാരെ 160ാമത്തെ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്വാഗതം അറിയിക്കുകയാണ്. പ്രത്യേകം നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്കാണ് കൂടി വന്നിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പാൻഡത്തിന്റെ ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സഹോദരിമാരെ നമ്മള് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടി വരുന്നതെങ്കിലും 160 മീറ്റിംഗ് ആണ് ഇന്നത്തെ നടക്കുന്നത്. 159 മീറ്റിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നുപോയി എന്നോർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നലെ നടന്ന പോലെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയൊരു സന്തോഷമുള്ളത്. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോ മറ്റെല്ലാ മീറ്റിങ്ങുകളെക്കാളും ഇത് വ്യത്യാസമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു മീറ്റിംഗ് ആണ്. നമുക്കറിയാം എത്രയോ നമ്മളറിയാതെ നമ്മളെ അറിയാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ ദൈവ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല അതിന്റെ നന്മ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും, ദൈവസന്നിധിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടെ അതൊരു നന്മ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആത്മീക നന്മ, ഭൗതിക നന്മയെക്കാൾ കൂടുതൽ ആത്മീകമായ സന്തോഷവും സമാധാനവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനും ദൈവം നമ്മളെ എടുത്തുപയോഗിക്കുന്നു എന്നുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ചെവിയിൽ തന്നെ പലരുടെയും നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് സ്തോത്രത്തിനായിട്ട് പറയാനുണ്ട്. ദൈവം ആ നിലയ്ക്ക് നമ്മളെ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. ആ മെസ്സേജ് തരേണ്ടതിനായിട്ട് ആനി സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചലമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് കൂടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം തന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, ബോധപ്പെടുത്തുന്നു. എനിക്കും ഇതുപോലൊരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. എല്ലാ മഹത്വം ദൈവത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. ഇന്ന് നമ്മള് ഫാത്തിമ സഹോദരി പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കുള്ള ഒരു ചിന്ത ലഭിക്കണമെന്നും പ്രിയ സഹോദരി നമ്മളോട് പറഞ്ഞു. അപ്പം ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത് ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ചിന്ത പ്രിയ സഹോദരിമാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ അത് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നും നമ്മൾ ഇത്രയും പേര് കടന്നു വന്നിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നും ആർക്കു വേണ്ടിയാണെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഇതിനെല്ലാം ദൈവവചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതൊക്കെ വിട്ടുപോകുന്നവരായി തീരുന്നോന്നും നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരു ചെറിയ വിഷയത്തോടനുബന്ധിച്ചാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളും പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നും ആർക്കാണെന്നും ആരോടാണെന്നും ഇങ്ങനെയുള്ള ചില നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഒരു ചെറിയ പ്രാർത്ഥനയെ പറ്റിയുള്ള ഒരു ചെറിയ ചിന്ത നമുക്കൊന്നിച്ച് പങ്കുവയ്ക്കാം. അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതിനായിട്ട് ഞാൻ ഒരു വേദഭാഗം ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് 1 തീമോഥെയോസ് 2:1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ അതിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആദ്യം ആ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ ഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനും കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇത്രയുള്ളൂ. നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് അതിന്റെ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് ഇച്ചിരൂടെ നമുക്കൊന്ന് ഒരു സ്റ്റഡി പോലെ നമുക്കത് പഠിക്കാനായിട്ട് നമ്മളെ ഇടയാകട്ടെ. നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ലിസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മൾ അതനുസരിച്ച് നമുക്കത് സ്ക്രീനെ കാണിക്കും, നമ്മളത് പ്രാർത്ഥിക്കും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഫ്രൈഡേയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം, പ്രാർത്ഥിക്കാൻ നമ്മൾ വന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്.
എന്നാൽ സകല മനുഷ്യർക്കും. എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളത്. അത് നമുക്ക് എന്നാലെന്നുള്ളത് ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാലെന്നുള്ളത് ഞാൻ വിട്ടിട്ട് അടുത്ത് വായിക്കുന്നു. സകല മനുഷ്യർക്കും. അപ്പം സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാ തീമോഥെയോസിനോട് പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് അവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നു, നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ. അപ്പം അത് നമ്മളെ പറ്റിയുള്ളതാണ്. ആദ്യത്തേത് എല്ലാ മനുഷ്യർക്കും വേണ്ടി, സകല മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അവിടെ ബ്രദറുകാരെന്നോ ബന്ധുക്കാരെന്നോ വിശ്വാസമുള്ളെന്നോ നമ്മുടെ വീട്ടുകാരെന്നോ ഒന്നുമില്ല. സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം അവിടെ കൊടുത്തിരിക്കുന്നത്. നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ. അപ്പൊ നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ നമ്മൾ വന്നപ്പോഴേ നമുക്ക് വേണ്ടിയ 2 കാര്യങ്ങൾ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക. ഭക്തി നമുക്ക് വേണമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഭക്തി വേണം. ആ ഭക്തി എങ്ങനെയാണോ ചോദിച്ചാൽ ഇതൊക്കെ ദൈവത്തിലുണ്ട്. ആ ഭക്തിയെ കുറിച്ച് ഇപ്പം പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് വേണ്ടതാ ദൈവഭക്തി എന്ന് നമുക്ക് വേണം. ആ ഭക്തി എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ അതിനോട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ ദൈവഭക്തിയോടുകൂടി വരണം എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് അവിടെ കാണിച്ചത്. സർവഭക്തിയോടുകൂടി എന്നാ. സർവഭക്തി എന്നുണ്ടല്ല, വെറും ഭക്തി എന്നല്ല, സർവത്തിലും. അപ്പം നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക, നമ്മൾ പല വിഷയം പ്രാർത്ഥിക്കാൻ പോവാം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കണം. നമ്മൾ മനുഷ്യരെ ജഡത്തില് നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ നമുക്ക് ഓരോ കുറവുണ്ടാകാം. നമ്മളപ്പോൾ അത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുറ്റങ്ങളെ കുറവുകള് ഒന്നും അതാ ഭയഭക്തി. അത് ഇതിനെപ്പറ്റി ഒത്തിരി വചന ശുശ്രൂഷയുണ്ട്, പക്ഷെ അതിനോട് ഞാൻ കടക്കുന്നില്ല. സർവഭക്തി നമുക്ക് വേണമെന്നുള്ളത്. അപ്പൊ ദൈവ ഭയത്തോടുകൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ വരാൻ എന്നുള്ളത് ദൈവവചനത്തിൽ പ്രത്യേകം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഘനത്തോടുകൂടി. എന്താ ഈ ഘനം എന്ന് പറയുന്നത്? ഘനം എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് നമ്മൾ ചിന്തിക്കണം. ഘനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഘനം, നമുക്കൊരു വെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം എടുത്ത് പൊക്കുന്നു, വെയിറ്റ്, ഒരു ഒരു സാധനം എടുത്ത് വെക്കുന്നു. എന്തുവാ? നമ്മുടെ ഉത്തരവാദിത്വത്തെ അവിടെ കാണിക്കുന്നത്. അതായത് ഘനത്തോടുകൂടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളെ പ്രാർത്ഥിക്കാൻ പല കാര്യങ്ങൾ ഏൽപ്പിക്കും. നമ്മൾ അത് ഉത്തരവാദിത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ഇരുത്തും, നമ്മൾ തന്നെ ചിന്തിക്കണം. അത് അവിടെ 2 കാര്യം കൊടുത്തിരിക്കുന്നത്. സർവഭക്തി നമുക്ക് വേണം, ഒപ്പം തന്നെ നമുക്ക് പ്രാർത്ഥനയിലുള്ളതായ ഒരു ഉത്തരവാദിത്വം വേണം. ഘനത്തോടുകൂടി എന്ന് പറഞ്ഞാൽ അത് അവിടെ ആ ഒറ്റ വാക്കില് ആ ചെറിയൊരു മീനിങ് അങ്ങനെ പറഞ്ഞാൽ അതാ നമ്മുടെ ഉത്തരവാദിത്വം, പ്രാർത്ഥിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം. അതാ നമ്മളെ അവിടെ കാണിക്കുന്നത്. അടുത്ത വാക്ക് നമുക്ക് കടന്നു വരാം. സാവധാനതയും സ്വസ്ഥതയും ഇതിവിടെ കൊടുത്തിരിക്കുക. അത് എന്തിനാന്ന് ചോദിച്ചാല് അത് ഈ ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ അവരെ പറ്റി അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ അടുത്ത നമ്മൾ വായിക്കുന്ന എന്തുവാ? രാജാക്കന്മാരെയും സകല അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അവരുടെ 2 കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്. സാവധാനത എന്ന് പറഞ്ഞാല് അവർക്ക് രാജ്യം ഭരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വം വഹിക്കുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ ഭവനം, അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ സഭാ നേതൃത്വം വഹിക്കുന്നവര്, രാഷ്ട്രീയ നേതാക്കന്മാരെ, ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന രാജാക്കന്മാർക്കും അധികാരസ്ഥർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ മാറണം. അവര് നീതിയോടും രാജ്യം ഭരിക്കണം. അതായത് സാവധാനത എന്ന് പറഞ്ഞാല് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്തിട്ട് അവർക്ക് അതിനൊരു ഏകാഗ്ര ചിന്ത. രാജ്യം ഭരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ നിലയിലുള്ള ഒരു മനസ്സ് വേണം. സഭാ നേതൃത്വം വഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അതൊക്കെ വിട്ടിട്ട് സഭാ നേതൃത്വം ചെയ്യേണ്ട ആ ചുമതല. അപ്പൊ അങ്ങനെയുള്ള അതിനാണ് ഈ സാവധാനത എന്ന് പറയുന്ന മീനിങ്. അതിന്റെ മീനിങ് കാണിക്കുന്നത്. അടുത്ത കൊടുത്തിരിക്കുന്നത് സ്വസ്ഥതയുള്ള ജീവനും കഴിക്കണം. അപ്പം അവർക്ക് ഒരു പീസ്ഫുൾ മൈൻഡ്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അതാ
പീസ്ഫുൾ മൈൻഡ് ഈ നേതൃത്വം വഹിക്കുന്നവർക്ക്, സഭാ നേതൃത്വം വഹിക്കുന്നവർക്ക്, രാജ്യം ഭരിക്കുന്നവർക്ക്, നമ്മുടെ കേരളം ഭരിക്കുന്നവർക്ക്, ഇന്ത്യ ഭരിക്കുന്നവർക്ക്, രാജാക്കന്മാര്, അവർക്കൊക്കെ അങ്ങനെ ഒരു പീസ്ഫുൾ മൈൻഡ് വേണം. അവരെ ഏറ്റിരിക്കുന്ന ചുമതലകളെ അവർ പീസ്ഫുള്ളോടുകൂടി ഭരിക്കാൻ അവരെ സാധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം രാജാക്കന്മാരെ അടുത്തതാ കൊടുത്തിരിക്കുന്നത്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി. അപ്പം പ്രാർത്ഥിക്കേണ്ട കാര്യം, അതായത് എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കണം. നമ്മുടെ ഭയഭക്തി, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മളെ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം അതവിടെ കാണിച്ചു. പിന്നെ ഈ രാജാക്കന്മാര് അല്ലെങ്കിൽ സഭാ നേതൃത്വം വഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഏറ്റെടുത്ത ചുമതല അവർ വഹിക്കത്തക്ക രീതിയിൽ അവരുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത് അധികാരസ്ഥന്മാർക്ക് വേണ്ടി. അപ്പൊ അടുത്തത് അതിനത്തെ വിഷയം നമുക്ക് അവിടെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ട്. അവിടെ പ്രാർത്ഥനാ വിഷയം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നു യാചനയും 4 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. അപ്പൊ 4 കൂട്ടം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് അത്യാവശ്യമായ 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കടന്നു വന്നിരിക്കും. ഈ 4 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഓരോ വാചകം 2 വാചകത്തിൽ പ്രാർത്ഥിച്ചു പോകാം. പക്ഷെ ഇതിനെ നമ്മൾ തരംതിരിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കർത്താവ് യേശുക്രിസ്തു നമുക്ക് മാതൃക തന്നിട്ടുണ്ട്. അങ്ങോട്ട് അതിനകത്തോട് ഞാൻ ഒരു 2 മിനിറ്റത്തേക്ക് വരും, സമയം കടന്നു പോകാതെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മനസ്സിൽ വിചാരിച്ചോ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം പ്രാർത്ഥിക്കേണ്ട ആവശ്യം, നമ്മൾ യാചിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷപാതം ചെയ്യണം, സ്തോത്രം ചെയ്യണം. ഇതെല്ലാം 4 തരത്തിലുള്ള പ്രാർത്ഥന കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഒന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ പെട്ടെന്ന് യാചിക്കാൻ പോകത്തില്ല. നമ്മൾ യാചിക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു തരം, അത് ഇച്ചിരി സ്ട്രോങ് ആണ്. നമ്മൾ അതിച്ചിരി പടിപടിയായിട്ട് വരുമ്പോഴേ യാചിക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയ പ്രാർത്ഥനയാണ്. സാധാരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് വിടുക പ്രാർത്ഥന. പക്ഷപാതം എന്ന് പറയുമ്പോഴോ ഈ സ്ട്രോങ്ങിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ഒരു പ്രാർത്ഥനയായി പക്ഷപാതം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തത് നമ്മൾ വാക്യങ്ങളൊക്കെ വായിക്കുന്നില്ലേ, നമുക്ക് വേണ്ടി. അതുപോലെ പക്ഷപാതം എന്ന് പറയുന്നത്. അപ്പോഴേ ഈ യാചിക്കുക. അപ്പൊ ആദ്യത്തെ അവിടെ കൊടുത്തിരിക്കുന്നത് യാചന വേണം. അപ്പൊ നമുക്ക് യാചന വേണം. യാചന എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മക്കളെ സംബന്ധിച്ചാല് മക്കൾ പല കാര്യങ്ങളും ആഗ്രഹിക്കും. പിതാക്കന്മാരോട് അവർ ചോദിക്കും. ചിലപ്പോൾ അവരത് കൊടുക്കുകയില്ല, ചിലപ്പോൾ അത് അവർക്ക് ആവശ്യമില്ലാത്തതായിരിക്കും നമ്മൾ ജനിക്കുമ്പോൾ. പക്ഷെ അവരെന്നെ കൊടുക്കും, ബെഗ് ചെയ്യും. പേരൻസിനോട് അവർ ബെഗ് ചെയ്യും. ഇന്നത്തെ പിള്ളേരെ ഒരു പ്രാവശ്യം ചോദിക്കും, ഇന്നത്തെ മാതാപിതാക്കൾ കൊടുക്കുന്നവരാ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അവരത് കിട്ടുന്നത് വരെ യാചിച്ചുകൊണ്ടിരിക്കും, ബെഗ് ചെയ്യും. പ്ലീസ് ബെഗ് എന്ന് വരെ പറയാം അവര്. അപ്പോഴ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണമെന്നാ. ദൈവം തരാൻ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നില്ല, കിട്ടുന്നത് വരെയും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ കാര്യം സാധിക്കുന്നത് വരെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന യാചന എന്നാ പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം യാചന, ഭിക്ഷക്കാർ യാചിക്കും. യാചന അവരെന്താ സാധാരണ രീതിയിലല്ല അവർ ചോദിക്കുന്നത്. നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്നവരല്ല അവർ കിട്ടാനായിട്ട് അവരുടെ ആ എത്രയും സിമ്പതി മനുഷ്യർക്ക് ലഭിക്കണം. അതുപോലെ ആ സിമ്പതിയോടുകൂടി ആ വാക്ക് അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, ഉചിതമായ വാക്യം. സിമ്പതി പറ്റി അങ്ങനെ ആ സിമ്പതി വരുമ്പം പേരൻസ് ആണെങ്കിലും ആ കാര്യം സാധിച്ചു കൊടുക്കും, അല്ലേ? മക്കളോടുള്ള ആ സിമ്പതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ യാചിക്കണം ദൈവത്തോട്. അപ്പം ദൈവം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിന് മറുപടി ലഭിക്കും എന്നുള്ളത് യാചന എന്നുള്ള പ്രാർത്ഥനയുടെ ആ ചിന്ത നമുക്ക് അവിടെ ലഭിക്കുന്നത്. അടുത്തത് നമ്മൾ അവിടെ കാണുന്നത് പ്രാർത്ഥന. അതൊരു സാധാരണ പ്രാർത്ഥന, നമ്മൾ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു പ്രാർത്ഥന. പിന്നെ 3-ാമത്തെ പക്ഷപാതം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന ഞാനൊരു 3-4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാല് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സാധാരണ പ്രാർത്ഥന, പിന്നെ നമുക്ക് രഹസ്യ പ്രാർത്ഥനയുണ്ട്, പരസ്യ പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഇതിനങ്ങോട്ട് തരം തിരിച്ചപ്പോൾ ഈ 4 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം. നമുക്ക് സാധാരണ നമ്മുടെ ഒരു പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ യാചന എന്ന് പറയുന്ന ഈ യാചന നമ്മുടെ രഹസ്യ പ്രാർത്ഥനയോട് നമുക്കത് കൊണ്ടുപോകണം. എന്ന് ചോദിച്ചാല് അതാ ഏറ്റവും നമ്മളിപ്പം 3-4 പേര് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു രോഗിയുള്ള ഒരാളുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് നമ്മൾ യാചിക്കാൻ പറ്റത്തില്ല ദൈവത്തോട്. നമ്മൾ അവിടെ ഒരു പ്രാർത്ഥന കഴിക്കുക.
പക്ഷെ നമ്മൾ യാചിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പറ്റും നമ്മുടെ രഹസ്യ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ രഹസ്യ പ്രാർത്ഥന നടത്തുന്നത് അതൊരു യാചന പ്രാർത്ഥനയായിട്ട് നമുക്ക് തീരുന്നതായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥന പിന്നെ പരസ്യ പ്രാർത്ഥനയുണ്ട്. അത് ഈ പരസ്യ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ചുരുക്കമായ ചില വിഷയങ്ങൾ വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. അത് ഈ താഴത്തെ വാക്യം വരുമ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ പരസ്യ പ്രാർത്ഥന അങ്ങനെയാ, പരസ്യമായിട്ട് പ്രാർത്ഥിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. പിന്നെ പക്ഷപാതം ചെയ്യണം. പക്ഷപാതം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി നമ്മൾ ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ഒരു വിഷയം ഏൽപ്പിച്ചാല് ആ കാര്യം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, രോഗികളുണ്ട്, മറ്റു പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ആ വിഷയം എല്ലാം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവായി. പക്ഷപാതം വേണം നമുക്ക്. അപ്പൊ പ്രാർത്ഥനയുടെ പല ഘടകങ്ങളുണ്ട്, അത് നമ്മൾ നേരത്തെ തിരഞ്ഞെടുക്കണം. പരസ്യ പ്രാർത്ഥനയാണോ വേണ്ടത്, രഹസ്യ പ്രാർത്ഥനയാണോ വേണ്ടത്? 2-3 പേര് കൂടി നമുക്ക് ഈ യാചന പ്രാർത്ഥനയൊക്കെ ചെയ്യാം. രഹസ്യ പ്രാർത്ഥന നീണ്ട ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല സാധാരണ പ്രാർത്ഥനയ്ക്ക്. അതൊക്കെ നമ്മളതൊക്കെ മനസ്സിലാക്കണം. എനിക്ക് താഴത്തെ വാക്യം വരുമ്പോൾ അതിനകത്ത് അത് വരുന്നുണ്ട്, അത് ഞാൻ അന്നേരം പറയാം. അപ്പം 4 തരത്തിലുള്ള പ്രാർത്ഥന അവിടെ കാണുന്നു. 4-മത്തത് എന്തുവാ? സ്തോത്രം ചെയ്യുക. ദൈവം തന്ന എല്ലാ അത്ഭുത കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ സ്തോത്രം ചെയ്യണം. അത് വിട്ടുപോകാൻ പാടില്ലാത്തവരെണ്ണോ. അല്ലെങ്കിൽ നമ്മൾ കാര്യം സാധിച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ ആ കാര്യങ്ങൾ മറന്നു പോകും. പക്ഷെ അതല്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടെ പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ കടന്നു വരുന്നു. അടുത്ത നമ്മൾ വായിക്കുന്നത് ഇത് കാണിക്കുന്ന എന്നെ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോഴേ ഇത് പൗലോസ് ഈ തീമോഥെയോസിനെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോ എന്തുവാ? നമുക്ക് ചിന്തിക്കാം, പഠിപ്പിക്കുന്നു. അതായത് തീമോഥെയോസിനെ ഈ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് പൗലോസ് പഠിപ്പിക്കുന്നു, പ്രബോധനം കൊടുക്കുന്നു എന്ന് നമുക്ക് അതിന്റെ ഇച്ചിരി ലളിതമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പഠിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം തീമോഥെയോസിനെ ഇതൊക്കെ പ്രബോധിപ്പിക്കുക. പ്രാർത്ഥിക്കുന്നതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ 1-മത്തെ പേര് മുതൽ ഇത്രയും വായിച്ചപ്പോൾ പിന്നെ തീമോഥെയോസിനെ അത് പ്രബോധിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇനി അടുത്തത്, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. ഈ പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങള്, ആദ്യം മുതലുള്ള പറഞ്ഞ കാര്യങ്ങള്, സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയില് നമ്മളെ കൃത്യനിഷ്ഠയോടുകൂടി ഉത്തരവാദിത്തബോധത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് പ്രാർത്ഥന തന്നിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതെല്ലാം ചെയ്യുന്ന എങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ദൈവസന്നിധിയില് നല്ലതും പ്രസാദകരവും ആവുന്നു. അപ്പൊ ദൈവത്തിന് പ്രസാദകരമായ നല്ലത്. ഇപ്പൊ നല്ലതെന്ന് പറയുമ്പോഴും ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാലും ഒരാളുടെ പ്രാർത്ഥന ചിലപ്പോൾ വേറെ ആർക്കും ഇഷ്ടപ്പെട്ട് കാണുകയാലും, പക്ഷെ ദൈവം അവിടെ അറിയുന്നതല്ല. അപ്പോഴേ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ, അത് നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ, മനുഷ്യന്റെ സന്നിധി നമ്മൾ നോക്കണം വരും, ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അപ്പൊ ഈ നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ മോടി പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അടുത്ത വാക്യം നമുക്ക് വായിക്കാം, 4-മത്തെ വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ അതാ ഞാൻ ഈ പ്രാർത്ഥനയുടെ, നമ്മുടെ ഈ പരസ്യ പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥന, സ്തോത്രം ചെയ്യുക, പക്ഷപാതം ചെയ്യുക, അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇച്ഛിക്കുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം, ഈ പരിജ്ഞാനമാണ് നമുക്ക് വേണ്ടത് സഹോദരിമാരെ, അല്ലേ? നമ്മള് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പം നമ്മൾക്ക് വീട്ടിൽ നമ്മൾ രഹസ്യ പ്രാർത്ഥന നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ ഒരു കൂടിയവരവിൽ കൂടുമ്പോൾ നമുക്ക് അതാ നമുക്ക് പരിജ്ഞാനം എന്ന് പറയുന്നത്. അത് ഞാൻ അതിനെപ്പറ്റി അധികം വിവരിക്കുന്നില്ല. കാര്യം നമുക്ക് പരിജ്ഞാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ അറിവ് കൊണ്ടോ 100 പുസ്തകം വായിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് ലഭിക്കില്ല. പരിജ്ഞാനം ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണെന്ന് അറിയാമോ? രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനം. സത്യം എന്ന് പറഞ്ഞതാ ദൈവവചനത്തിൽ കൂടെ നമുക്ക് ആ പരിജ്ഞാനം തരുന്നത്. ഈ പരിജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവവചനം, ഈ സത്യത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സത്യവേദ പുസ്തകത്തിൽ കൂടിയുള്ളതായ പരിജ്ഞാനം നമുക്ക് ലഭിക്കണം.
എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും ഏത് സമയത്താണെന്നും എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള ഒരു പരിജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം എന്നാ ഇവിടെ പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ട്. എനിക്ക് നമുക്കൊക്കെ അങ്ങനത്തെ വീക്ക്നെസ് ചിലപ്പോൾ ഉണ്ടാകാറുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. നമ്മുടെയൊക്കെ കൂടുവരവിന് ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് കടന്നു പോയപ്പോഴേ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇവിടുന്ന് പോയി ഒരിക്കലും ഒരു മീറ്റിങ്ങിന് കടന്നുപോയി, അവിടെ വചനശുശ്രൂഷയൊക്കെ ചെയ്തു. അവസാനം ക്ലോസിംഗ് പ്രെയർ ചെയ്യാൻ ഒരു സഹോദരി, നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ഒരു സഹോദരിയാണ്, നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയിലൊക്കെ ഇരുന്ന സഹോദരി അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവസാനം പ്രാർത്ഥിച്ച ആസ്വാദം പറയണ്ട, ഒരു 10 minutes കൂടുതൽ ടൈം ഇല്ല, അത് നമുക്ക് പിരിയേണ്ട സമയമാണ്. ഈ സഹോദരി അന്ന് ആ പ്രസംഗിച്ചത് മുഴുവൻ 1.5 മണിക്കൂർ കൊണ്ട് റിപ്പീറ്റ് ചെയ്തു. എല്ലാവർക്കും വിഷമമാണ്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും വണ്ടിയുടെ സമയം, ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞ് ട്രെയിന് പോകേണ്ടവരൊക്കെ ഉണ്ട്. ഈ പലരും ഇറങ്ങിപ്പോയി. കാര്യം അന്ന് ആ പ്രസംഗിച്ച 1 മണിക്കൂർ പ്രസംഗിച്ച വചന ശുശ്രൂഷ മുഴുവൻ ഈ സഹോദരി പ്രാർത്ഥനയിൽ കൂടി അത് പറഞ്ഞു. അത് ഞാൻ എത്ര മിനിറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ അവിടെ ഉണ്ടെന്നാലും ഞാനങ്ങനെ ഓർത്ത് എന്റെ മനസ്സിൽ ഞാൻ ഓർത്ത് ഈ സഹോദരി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സഹോദരിയാണ്. പക്ഷേ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം കുറഞ്ഞു പോയി. അതിന് വിദ്യാഭ്യാസമോ അതിന് വലിയ ലെക്ചറോ ഒന്നുമല്ല വേണ്ടി, സത്യത്തിന്റെ പരിജ്ഞാനം വേണം. ദൈവസന്നിധിയില് ദൈവവചനത്തിലുള്ള പരിജ്ഞാനം വേണം. ഇതാ ഞാൻ പറഞ്ഞ നമുക്ക് പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥന, നമുക്ക് ഇതിനൊക്കെ പ്രാർത്ഥിക്കാം, എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മളല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് ഒരു രോഗിയുടെ അടുക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദീർഘ പ്രാർത്ഥന ശരിയല്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പം പൗലോസ് ഇവിടെ പ്രത്യേകം ഇതൊക്കെ നമുക്ക് വേണ്ടതെല്ലാം ദൈവവചനത്തിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. തീമോഥെയോസിനെ ഓർപ്പിക്കുക, ഇങ്ങനൊക്കെ വേണം ചെയ്യാനെന്നുള്ളത് തീമോഥെയോസിനെ ഓർപ്പിക്കുക. ഇനി നമ്മുടെ സമയങ്ങൾ പെട്ടെന്ന് പോകുന്നു. ഈ ഒരു 2-3 മിനിറ്റൂടെ ഞാൻ എടുക്കുകയുള്ളൂ, സമയമായി കഴിഞ്ഞു. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ്, പ്രാർത്ഥിക്കാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് ഒത്തിരി നമുക്ക് മാതൃക തന്നിട്ടുണ്ട്. കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ രഹസ്യ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്, ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്. താന് അങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ താൻ അതിനു മുമ്പേ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ ഏകനായിട്ട് പ്രാർത്ഥിച്ചു, പിന്നെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചു, പിന്നെ അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് മാതൃക നമ്മുടെ മുൻപ് ദൈവവചനത്തിൽ കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മാതൃക പിൻപറ്റി വേണം പോകാൻ എന്നുള്ളതാ നമ്മളെ ഈ വചനമൊക്കെ പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദൈവസന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായ ഒരു പ്രാർത്ഥന നമ്മൾ കഴിക്കണം എന്നുള്ളത് ഈ തീമോഥെയോസിന്റെ ഈ വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാം വാക്യത്തിൽ എങ്ങനെ പറയുന്നത്, പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ബാഹ്യമായ പിന്നെ നമ്മുടെ ആ മേഖലയിലൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയുടെ ചിന്തകൾ എനിക്ക് വന്ന സമയം കഴിഞ്ഞു പോയി. ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇച്ചിരി ഷെയർ ചെയ്യണമെന്ന്, പക്ഷേ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, സമയം കടന്നുപോയി. അപ്പം മത്തായി സുവിശേഷം 4-ന്റെ 45-ാമത്തെ വാക്യത്തിലുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രന്മാരായിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന്. അതന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ അതായത് നമ്മൾ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഭരണം നടക്കണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എതിരായിട്ടുള്ള ചിന്തകളായിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിട്ടുണ്ട്, മത്തായി സുവിശേഷം 5-ന്റെ 45-ാമത്തെ വാക്യത്തിൽ. അതുപോലെ തന്നെ പിന്നെ പ്രസാദകരമായ നമ്മളിന്ന് ഈ പ്രാർത്ഥനയോടനുബന്ധിച്ച് ചിന്തിച്ചതും നമ്മുടെ നല്ലതും പ്രസാദകരമായ ഒരു പ്രാർത്ഥന കഴിക്കാനായിട്ടും ദൈവം നമ്മളെ ഇടയാക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. പരിജ്ഞാനം, നമുക്ക് എല്ലാത്തിനും തികഞ്ഞ പരിജ്ഞാനം വേണം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോഴെന്നുള്ളതായ ആ സുബോധത്തോടുകൂടി നമുക്ക് സുബോധം വേണം. നമ്മൾ പരിജ്ഞാനത്തില് ആ നിലയിൽ ഇന്നത്തെ പ്രാർത്ഥന നമുക്കായിരിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ബന്ധപ്പെടുവാറാകട്ടെ. ആമേൻ.